പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പറഞ്ഞ 3 കാര്യങ്ങളാണ്: തന്നോട് കൂടെ ആയിരിക്കുവാനും, പിശാചുകളെ ബഹിഷ്കരിക്കുവാനും, രോഗികളുടെ മേൽ കരങ്ങൾ വെച്ച് അവരെ സുഖപ്പെടുത്തുവാനും ആയിട്ട്, അല്ലേ? ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു ഉദ്ദേശം ശരിക്കതാണ്. ഇന്ന് വലിയ സന്തോഷമുണ്ട് സഹോദരങ്ങൾ. ഞാൻ ചേറ്റുവ ഹാർബറിൽ ഇടയ്ക്ക് വരാറുണ്ട്. ഇവിടെ വന്ന് ബോട്ട്, ഈ ബോട്ട് എന്ന് പറഞ്ഞതിൻ്റെ പിക്ചറുകളാണ് നിങ്ങൾ കാണുന്നത്. ഒരു 10-15 പണിക്കാരൊക്കെയുള്ള അവർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ്. അവരിവിടെ കുറച്ച് കാലം ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളതെല്ലാം ശരിപ്പെടുത്തി ഇന്ന് വൈകിട്ട് അവർ മത്സ്യബന്ധനത്തിനായിട്ട് പോവുകയാണ്. ബേപ്പൂർ, അങ്ങനെ കണ്ണൂർ, കോഴിക്കോട് ആ ഭാഗത്തേക്കൊക്കെ ആയിട്ട് പോകും. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ജീവിക്കും. നമുക്കൊരു പക്ഷേ തൃശ്ശൂരൊക്കെ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ മധ്യകാരുടെ അടുത്തുള്ള മുഴുവൻ അത് ഇറങ്ങി തീരദേശ മേഖലയിൽ വലിയൊരു അവരുടെ ഒരു വരുമാനത്തിൻ്റെ വലിയൊരു മേഖലയാണ് മത്സ്യബന്ധനം എന്നുള്ളത്. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം, യേശു ശിഷ്യരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒരുപാട് പേര് ശരിക്കും ഈ മീനും കടലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പത്രോസ്ലീഹ ഉൾപ്പെടെ, അല്ലേ? നമുക്ക് പ്രത്യേകമായിട്ട് ആ ഒരു നമ്മളുടെ ഒന്നാമത്തെ മാർപ്പാപ്പ ഈസ് എ ഫിഷർമാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരിശുദ്ധ പിതാവിന് വേണ്ടിയും നമ്മുടെ തീരദേശത്ത് ജോലി ചെയ്യുന്ന മത്സ്യബന്ധനത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.